ഓ നല്ല വെയിറ്റ് ഉണ്ടല്ലോ. വെയിറ്റ് അങ്ങനെ നമുക്കും കിട്ടി റേഷൻ കടയിലെ 1000 രൂപയുടെ ഫ്രീ കിറ്റ്. അങ്ങനെ ഞങ്ങൾക്കും റേഷൻ കടയിലെ 1000 രൂപയുടെ ഫ്രീ കിറ്റ് കിട്ടി. ഇന്നലെ വൈകിട്ട് എൻ്റെ ഹസ്ബൻഡ് ചെന്ന് റേഷൻ കടയിൽ നിന്ന് അത് വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പം എല്ലാവർക്കും ഒക്കെ കിട്ടിയ കിറ്റാണെങ്കിലും ഞാൻ കരുതി അതൊന്ന് തുറന്ന് നിങ്ങളെല്ലാവരെയും ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാവുന്ന. അതിനായിട്ട് ഞങ്ങൾ മുറ്റത്ത് വന്ന് റെഡി ആയിരിക്കുവാണ്. നമുക്ക് കിറ്റ് ബോക്സ് തുറന്നു കളയാം. കിറ്റ് ഇതേ നമുക്ക് അങ്ങ് തുറന്നു കളയാം. എന്തൊക്കെയാ ഉള്ളതെന്ന് നോക്കാം. ആദ്യമായിട്ടാണ് കേട്ടോ ഇത് തുറക്കാൻ പോണത്. ഞങ്ങൾ തുറന്നില്ലായിരുന്നു. അപ്പം നമുക്ക് ജസ്റ്റ് ഇതങ്ങ് തുറന്നിട്ട് ഓരോന്നായിട്ട് എടുക്കാം. നമുക്ക് ഓരോന്നേ പുറത്തേക്ക് എടുക്കാം കേട്ടോ. നോക്കട്ടെ. ആദ്യം കയ്യിൽ കിട്ടിയത് സപ്ലൈകോയിലെ കറുത്ത കടലയാണ് 1 kg. ഞാൻ ഇങ്ങോട്ട് എടുത്ത് വെക്കാം. പിന്നെ അടുത്തത് നമ്മുടെ കയ്യിൽ കിട്ടിയത് സപ്ലൈകോയുടെ തന്നെ 1 kg ഉഴുന്ന് ബോള. ഇതൊക്കെ നല്ല നല്ല സാധനം കേട്ടോ. പാക്ക് ചെയ്തൊക്കെ ഒരു മാലിന്യങ്ങളൊന്നുമില്ല. കരടും ഇങ്ങനെ കല്ലോ മാലിന്യം ഒന്നുമില്ല. അതെ നീറ്റായിട്ട് പാക്കിങ്. സപ്ലൈകോയുടെയാണ് രണ്ടാമത്തെ ഐറ്റം. മൂന്നാമത്തെ ഐറ്റം 1 കിലോയുടെ വീതം 2 പാക്കറ്റ് സപ്ലൈകോ ആട്ട. അപ്പൊ ഇനി ചപ്പാത്തി ഉണ്ടാക്കാലോ. ചപ്പാത്തി ഗോതമ്പ് പുട്ട. അതെ അതിങ്ങനെ വെക്കാം. പിന്നെ നമുക്കുള്ളത് 1 കിലോയുടെ സപ്ലൈകോയുടെ പഞ്ചസാര. 1 കിലോ ഉണ്ടല്ലേ? അത് ശരി. പഞ്ചസാരയൊക്കെ 1 കിലോ ഉണ്ട്. വെക്കട്ടെ? വെച്ചോളൂ. പിന്നെ ഉള്ളത് സപ്ലൈകോയുടെ തന്നെ 1 kg നുറുക്ക് ഗോതമ്പ്. നുറുക്ക് ഗോതമ്പും ഉണ്ടല്ലേ ഇതിന്റെ കൂടെ? പായസം വെക്കാം, കഞ്ഞി ഉണ്ടാക്കാം, ഉപ്പുമാവ് ഉണ്ടാക്കാം. എല്ലാത്തിനും ഉള്ളതായി. അടുത്തത് പോരട്ടെ. 1 kg. നമ്മളിതിനെ എണ്ണപ്പയർന്ന് പറയും, ചില സ്ഥലങ്ങളിൽ ചെറുപയർന്ന് പറയും, ചിലർ പച്ചപ്പയർന്ന് പറയും. എണ്ണപ്പയർ 1 kg. അതൊക്കെ നല്ല ന്യൂ. അതേ നോക്കിക്കേ, ഒരു മാലിന്യം ഒന്നുമില്ല. അതേ കണ്ടോ, നീറ്റ്ലി പാക്ഡ് ആണ്. അത് തന്നെ വളരെ നീറ്റ്. വളരെ യൂസ്ഫുൾ ആണ് നമുക്ക് ഇങ്ങനെ കിട്ടുന്നത്. പാക്കറ്റും ആയിട്ടല്ലേ. അതെ. അടുത്തത് എന്തൊക്കെയാണ്? അടുത്തത് ചില്ലി പൗഡർ. മുളക് പൊടി 100 ഗ്രാം. 100 ഗ്രാമിന്റെ മുളക് പൊടി. പിന്നെ അടുത്തത് മല്ലിപ്പൊടി 100 ഗ്രാം. മല്ലിപ്പൊടി കേട്ടോ. വയ്ക്കാം. കൊറേ സാധനങ്ങളുണ്ടല്ലേ? ഉണ്ട്. 18-19 ഐറ്റം ഉണ്ട് വെച്ചു. കടുക് 100 ഗ്രാം ആണെന്ന് തോന്നണം. 100 ഗ്രാം കടുക്. അതുപോലെ തന്നെ ഉലുവ 100 ഗ്രാം ഉലുവയുണ്ട്. ഇത് കാക്കിലയാണെന്ന് അമ്മയ്ക്ക് തോന്നണത്. ഇതിൽ അളവ് എഴുതിയിട്ടില്ല. ഈ സാമ്പാർ പരിപ്പ്, തൂരപ്പരിപ്പ്, സാമ്പാർ പരിപ്പ്, ഓർത്തുവരപ്പരിപ്പ് കേട്ടോ. 1 കിലോയാന്ന് തോന്നണം കേട്ടോ. എനിക്ക് ഈ കറക്റ്റ് അറിയില്ല, അളവ് ഇതിലില്ല. അറിയായിരിക്കും എന്തായാലും. നമുക്ക് എല്ലാം വെച്ച് കഴിഞ്ഞിട്ട് എത്ര കൂട്ടം ഉണ്ടെന്ന് നോക്കാം, എണ്ണി നോക്കാം. 100 ഗ്രാം മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി ഉണ്ട്. പിന്നെ തേയിലയാണോ അത്? തേയില. ശരി. സപ്ലൈകോയുടെ ബ്രാൻഡ് ഇതിൽ എഴുതിയിട്ടില്ല. സപ്ലൈകോ എന്നാണ് എഴുതിയേക്കണത്. നോക്കട്ടെ കേട്ടോ എത്രയാന്ന്. അത് 1 കിലോ 250 ഗ്രാം തേയില. പിന്നെ 1 kg ടേബിൾ സോൾട്ട്. 1 kg അയഡൈസ്ഡ് ഫ്രീസ് ഫ്ലോ സോൾട്ട് കേട്ടോ. 1 kg വെക്കട്ടെ? ഒത്തിരി സാധനങ്ങളായിട്ടോ. നമ്മൾ 1 മാസത്തേക്ക് മേടിക്കേണ്ട സാധനങ്ങളെല്ലാം ആയി. അത് ഒരു സൺലൈറ്റിന്റെ സോപ്പ്, തുണിയൊക്കെ കഴുകണ സോപ്പ്. പിന്നെ ഒരു സാമ്പിൾ ചെറിയ മോഡല് ലൈഫ് ബോയ് സോപ്പ്. പിന്നെ ഒരു ഐറ്റവും കൂടെ ഉണ്ട്. ഒരൈറ്റം അല്ല, 2 ഐറ്റം ഒന്നിച്ചാണ് പാക്ക് ചെയ്തിട്ടേക്കണത്. അതായത് സപ്ലൈകോയുടെ നോക്കട്ടെ, ബ്രാൻഡ് ഏതാണെന്ന് നോക്കട്ടെ. സപ്ലൈകോയുടെ ശബരിയുടെ
ഹാഫ് ലിറ്റർ വെളിച്ചെണ്ണ, ഹാഫ് ഇട്ടോ വെളിച്ചെണ്ണ. പിന്നെ സ്വാദെന്ന് എഴുതിയേക്കണ ഒരു സൺഫ്ലവർ ഓയില് 1 ലിറ്റർ സൺഫ്ലവർ ഓയില്. അപ്പൊ അതുമായി ഓക്കെ. ഹാഫ് ലിറ്റർ ആണ് കേട്ടോ വെളിച്ചെണ്ണ ശബരി. അങ്ങനെ ലാസ്റ്റ് ആയിട്ട് അതായിരുന്നു. കിറ്റ് കവർ കാലിയായി. അങ്ങനെ ഞങ്ങള് എല്ലാ ഐറ്റവും കിറ്റിൽ നിന്ന് എടുത്ത് മാറ്റി പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ആകെ 18 കൂട്ടായിട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയേക്കണത്. നമുക്ക് എല്ലാ സംഗതികളും തന്നെ ഓൾമോസ്റ്റ് നല്ല ഐറ്റംസ് ആണ്, നന്നായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഓരോരോ പാക്കറ്റുകളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ എടുക്കാം. അപ്പം എന്തായാലും 1000 രൂപയുടെ കിറ്റ് വളരെ പ്രയോജനകരമായ ഒരു കിറ്റ് തന്നെയാണ് അല്ലേ? ഡെയിലി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ തന്നെയാണ്. അതിൽ കുളിക്കുന്നതും അലക്കുന്നതുമായ സോപ്പ് വരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ? അപ്പം അങ്ങനെ അപ്പൊ നമുക്ക് ഏതായാലും വളരെ യൂസ്ഫുൾ ആയി ഇങ്ങനെ ഒരു കിറ്റ് കിട്ടിയത്. കാരണം ഒരു വീട്ടിലേക്ക് അടങ്ങുന്ന ഹൗസ് ഹോൾഡ് ഐറ്റത്തിന്റെ ഒരു 3/4 പോർഷനും അല്ലേ, 3/4 പോർഷനും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അരി നമുക്ക് നേരത്തെ കിട്ടിയിരുന്നു. അപ്പോൾ അതും കൂടെ ചേർത്ത് നമുക്കൊരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും തന്നെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കിറ്റാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്ക് അതിൻ്റെ ഇടയ്ക്കൊന്ന് പറഞ്ഞോട്ടെ, ഒരു 15 കിലോ അരി ഫ്രീ ആയിട്ട് ഗവൺമെന്റിൽ നിന്ന് തന്നിരുന്നു കേട്ടോ. ഞാൻ വിട്ടുപോയി, നീ പറഞ്ഞപ്പോഴത് ഓർത്തേ. അത് നമ്മൾ യൂസ് ചെയ്യാനായിട്ട് എടുത്തു. അത് ഈ കിറ്റ് കിട്ടുന്നതിന് ഒരു മാസം മുമ്പ് നമുക്ക് കിട്ടിയായിരുന്നു. അതെ, അത് വെച്ചിട്ട് നമ്മൾ പല വെറൈറ്റി ഡിഷസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. വളരെ രുചികരമായിട്ടുള്ള ബിരിയാണി വരെ നമ്മൾ അതുകൊണ്ട് ഉണ്ടാക്കി. അപ്പോൾ അതിന്റെ ലിങ്ക് ഒക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ റേഷൻ കടയിൽ നമ്മൾക്കിത് വിതരണത്തിന് വെച്ചപ്പോൾ തന്നെ ഒരു ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് റേഷൻ കാർഡിൻ്റെ ഇന്ന നമ്പറുകൾ എൻഡിലുള്ള ആൾക്കാർക്ക്, ആ നമ്പറുകൾ എൻഡിൽ വന്നവർക്കെല്ലാം ഒരു ദിവസം, പിന്നെ ഇന്ന നമ്പറുകൾ ഇപ്പോൾ 1, 2 എന്നുള്ള നമ്പർ എൻഡിൽ വന്നവർക്കൊക്കെ ഒരു ദിവസം, 3, 4 ഒരു ദിവസം, 5, 6 ഒരു ദിവസം, അങ്ങനെ വെച്ചിരുന്ന ഒരു ഓർഡറിലായിരുന്നത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാതെ ഇത് മേടിക്കാനും ഒക്കെ ഒരു സൗകര്യം ഒരുക്കി തന്നു കേട്ടോ. അതും വളരെ നല്ലൊരു കാര്യമല്ലേ ഈ സീസണിലൊക്കെ അങ്ങനെ കിട്ടുക. മറ്റേ എല്ലാ കാർഡുകളും കൂടെ ഒന്നിച്ചൊക്കെ വന്നു കഴിയുമ്പോൾ ഭയങ്കര തിരക്കാവൂലേ. ഇപ്പം അങ്ങനെയുള്ള വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഈ രീതിയിൽ ഇത് മേടിച്ചുകൊണ്ട് വരാനും ഒക്കെ പറ്റി. ഹസ്ബൻഡ് പോയാണ്, ഇന്നലെ വൈകിട്ടാണ് ഇത് കൊണ്ടുവന്നത്. അപ്പം ഇന്ന് ഞങ്ങളിത് ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് കരുതി ഡിസ്പ്ലേക്ക് എടുത്തതാണ് കേട്ടോ. അപ്പം ഞങ്ങൾക്ക് ഓരോരോ ഐറ്റംസ് ആയിട്ട് ഓരോരോ ഐറ്റംസും പൊട്ടിച്ച് ഓരോരോ സംഗതികൾ ഡപ്പകളിലൊക്കെ ഇട്ട് വെച്ച് ഉപയോഗിക്കാമെന്ന് കരുതുവാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് തന്നെ വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കൂടി കാണാം. അതുവരേക്കും ബൈ ബൈ.